നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പോകുന്നത് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഒരിടത്തേക്കാണ്. ബ്രസീൽ തീരത്തുനിന്ന് കിലോമീറ്ററുകൾ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപ്. മനോഹരമായ ഈ ദ്വീപ് കാണുമ്പോൾ ആർക്കും അവിടെയൊന്ന് ഇറങ്ങാൻ തോന്നും. പക്ഷേ ബ്രസീൽ ഗവൺമെന്റ് ഇവിടേക്ക് മനുഷ്യർ പ്രവേശിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. ഇതിന് കാരണം മറ്റൊന്നുമല്ല, ഇവിടെ ഓരോ ചതുരശ്ര മീറ്ററിലും 1 മുതൽ 5 വരെ മാരകവിഷമുള്ള പാമ്പുകൾ വസിക്കുന്നുണ്ട്. ലോകം ഈ ദ്വീപിനെ വിളിക്കുന്നത് സ്നേക്ക് ഐലൻഡ് എന്നാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരു മനുഷ്യൻ പോലും കാലുകുത്താൻ ഭയക്കുന്ന ഒരു സ്ഥലം ഈ ഭൂമിയിലുണ്ടാകുമെന്ന്? അതും മനോഹരമായ കടൽത്തീരത്തിന് തൊട്ടടുത്ത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അങ്ങനെയൊരു വിചിത്രമായ സ്ഥലത്തേക്കാണ് പോകുന്നത്. മരണത്തിന്റെ ദ്വീപ്, സ്നേക്ക് ഐലൻഡ്. ഏകദേശം 11,000 വർഷങ്ങൾക്ക് മുമ്പ് സമുദ്രനിരപ്പ് ഉയർന്നപ്പോഴാണ് ഈ ദ്വീപ് പ്രധാന ഭൂപ്രദേശത്ത് നിന്ന് ഒറ്റപ്പെട്ടത്. അന്ന് അവിടെ കുടുങ്ങിപ്പോയ പാമ്പുകൾക്ക് ആഹാരത്തിനായി മറ്റ് മൃഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മുകളിലൂടെ പറന്നുപോകുന്ന പക്ഷികളെ പിടികൂടി മാത്രമാണ് ഇവ ജീവൻ നിലനിർത്തിയത്. ഇരകളെ പെട്ടെന്ന് കീഴടക്കാൻ ഇവയുടെ വിഷം കാലക്രമേണ അതീവ മാരകമായി മാറി. ഇന്ന് ലോകത്ത് മറ്റെവിടെയും കാണാത്ത ഗോൾഡൻ ലാൻസ് ഹെഡ് എന്ന ഇനം പാമ്പുകളാണ് ഈ ദ്വീപിനെ ഭരിക്കുന്നത്. ഈ പാമ്പുകൾക്ക് ആ പേര് വരാൻ കാരണം അവയുടെ സ്വർണ്ണ നിറമാണ്. സാധാരണ പാമ്പുകൾ നിലത്തുകൂടി ഇഴയുമ്പോൾ ഇവ ഭക്ഷണത്തിനായി മരങ്ങൾക്കിടയിൽ മണിക്കൂറുകളോളം പതുങ്ങിയിരിക്കും. അവയുടെ ഇരകൾ പക്ഷികളായതുകൊണ്ട് കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ വായുവിൽ വെച്ച് തന്നെ വിഷം കുത്തിവെക്കാൻ ഇവയ്ക്ക് കഴിയും. എന്തുകൊണ്ടാണ് ഈ പാമ്പുകൾ ഇത്രയധികം ഭയപ്പെടുത്തുന്നത്? സാധാരണ പാമ്പുകളേക്കാൾ 5 ഇരട്ടി മാരകമാണ് ഇതിന്റെ വിഷം. ഇതിന്റെ വിഷം ഒരു മനുഷ്യ ശരീരത്തിലെത്തിയാൽ ആ ഭാഗത്തെ മാംസം ഉരുകിപ്പോകാൻ പോലും സാധ്യതയുണ്ട്. കടിയേറ്റാൽ ഉടൻ മരണം സംഭവിക്കാം എന്നതുകൊണ്ടാണ് ഈ ദ്വീപിനെ മരണത്തിന്റെ കൂടാരമായി ശാസ്ത്രലോകം കാണുന്നത്. മരങ്ങൾക്ക് മുകളിൽ ഒളിച്ചിരുന്ന് പക്ഷികളെ വായുവിൽ വെച്ച് പിടികൂടാൻ ഇവയ്ക്ക് അസാമാന്യ വേഗതയുണ്ട്. ഈ ദ്വീപിനെക്കുറിച്ച് പല നാടൻ കഥകളും പ്രചാരത്തിലുണ്ട്. ഒരിക്കൽ വഴിതെറ്റി ഇവിടെ എത്തിയ ഒരു മുക്കുവനെ ദിവസങ്ങൾക്ക് ശേഷം തന്റെ ബോട്ടിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടെത്തിയതായി പറയപ്പെടുന്നു. അതുപോലെ തന്നെ പണ്ട് ഈ ദ്വീപിലെ ലൈറ്റ് ഹൌസ് നോക്കി നടത്തിയിരുന്ന ജീവനക്കാരും പാമ്പുകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. ഒരിക്കൽ രാത്രിയിൽ പാമ്പുകൾ ജനലിലൂടെ വീടിനുള്ളിലേക്ക് കടന്നുവരികയും കുടുംബത്തെ ആക്രമിക്കുകയും ചെയ്തു. രക്ഷപ്പെടാനുള്ള ശ്രമം. അവർ പ്രാണരക്ഷാർത്ഥം ബോട്ടിലേക്ക് ഓടാൻ ശ്രമിച്ചെങ്കിലും കാട്ടിലൊളിച്ചിരുന്ന 100 കണക്കിന് പാമ്പുകൾ അവരെ കടിച്ചു കൊന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് ഈ ലൈറ്റ് ഹൌസ് പ്രവർത്തിക്കുന്നത് പൂർണ്ണമായും ഓട്ടോമാറ്റിക് സംവിധാനത്തിലാണ്. നിലവിൽ ബ്രസീലിയൻ നാവികസേനയ്ക്കും ഗവേഷകർക്കും മാത്രമേ പ്രത്യേക അനുമതിയോടെ ഇവിടേക്ക് പ്രവേശിക്കാൻ കഴിയൂ. മറ്റൊരു രസകരമായ കാര്യം, ഈ ദ്വീപിലെ പാമ്പുകൾക്ക് ശത്രുക്കളായി ആരുമില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് സ്വാഭാവിക മരണം മാത്രമേ സംഭവിക്കാറുള്ളൂ. ഗവേഷകർ പറയുന്നതനുസരിച്ച് ഭക്ഷണത്തിന്റെ കുറവ് മാത്രമാണ് ഇവിടെ പാമ്പുകളുടെ എണ്ണം നിയന്ത്രിക്കുന്നത്. മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത പ്രകൃതിയുടെ ഒരു വിചിത്ര ലോകമായി ഈ ദ്വീപ് ഇന്നും തുടരുന്നു. നിങ്ങൾക്ക് ഇതുപോലൊരു ദ്വീപ് സന്ദർശിക്കാൻ അവസരം ലഭിച്ചാൽ നിങ്ങൾ പോകുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വിചിത്രമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതുപോലെയുള്ള നിഗൂഢമായ സ്ഥലങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ താൽപ്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ്.